അവിടെ സമരം ചെയ്യുന്ന കൗൺസിലറിനെയാണ് നമ്മുടെ ഈ ചില അല്ലല്ല പോലീസിൽ ചില RSS അവർക്ക് ചില മനോരോഗം വന്നിരിക്കുകയാണ്. പോലീസുകാരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നും ചെയ്യാനൊന്നുമല്ല, പക്ഷേ നിങ്ങളെല്ലാം ഈ കേരളത്തിന്റെ നികുതി പണത്തിൽ നിന്നാണ് ശമ്പളം വാങ്ങിക്കുന്നത്, RSSന്റെ കാര്യാലയത്തിൽ നിന്നല്ല. ചില കോൺഗ്രസ് പ്രേമികളുമുണ്ട്. അതെങ്ങനെയാ കോൺഗ്രസ് പ്രേമം ചോദിച്ചാൽ, നമ്മളെ കളക്ടറേറ്റ് മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം ഉണ്ടായി. ആ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോലീസ് ഓഫീസറിനെ പിടിച്ച് കഴുത്തി പിടിച്ച് വലിച്ച് അയാളുടെ നക്ഷത്രമൊക്കെ പോയി. പോലീസ് ഓഫീസർ എന്റെ അടുത്ത വീട്ടുകാരനാണ്, എന്റെ ചിറ്റൂരുകാരനാണ്. ആള് മാന്യനാണ് കേട്ടോ, മാന്യതയ്ക്കോ കുറവൊന്നുമില്ല, പക്ഷെ കുറച്ച് ധൈര്യക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആള് സുപ്പീരിയർ ഓഫീസറിന് മുമ്പിലൊക്കെ വളരെ മാന്യനാണ്, നമ്മളോടൊക്കെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറുക. പക്ഷെ അത് മാത്രം പോരാലോ, ഒന്നില്ലെങ്കിൽ അയാൾക്ക് എന്തില്ല, നട്ടലിന്റെ വിലക്കുറവ്, അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള പ്രേമം. ഇത് രണ്ടിലേതെങ്കിലും ആണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളാണ് ഷർട്ടി കയറി പിടിച്ചത് എങ്കിൽ എന്തായിരിക്കും? ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോലീസുകാരിങ്ങനെ തട്ടിയിരിക്കുന്നത് നിലയ്ക്ക് നിയമപരമായി കൈകാര്യം ചെയ്തോ? പക്ഷെ മണ്ണാർക്കാട് ഒരു നീതി, പാലക്കാട് പാടുവോ? അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ കാര്യം പറയാൻ. 4 യൂത്ത് കോൺഗ്രസിനെ അറസ്റ്റ് ചെയ്തതും ചില പോലീസുകാര് ഇങ്ങനെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോ എല്ലാവരെയും ആകുവാണ്. പോലീസിനകത്ത് കാക്കിക്കുള്ളിക്കകത്തും രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ടാവും. പക്ഷെ സേനയുടെ ലക്ഷ്യം ഒന്നായിരിക്കണം, ഈ നാടിന്റെ സമാധാനം. അതാരാണോ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവരെ ശക്തമായി നിയമപരമായി നേരിടുക എന്ന ഉദ്ദേശ ലക്ഷ്യമായിരിക്കണം സേനയ്ക്കുണ്ടാകേണ്ടത്. നിങ്ങളുടെ ഒരു തരത്തിലുള്ള ആനുകൂല്യം ഞങ്ങൾക്കാർക്കും വേണ്ട. നിങ്ങളുടെ ആരും ആനുകൂല്യം കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് പോലീസുകാർ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കയറി നിരങ്ങിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. കൊക്കോകോള സമര സമയത്ത് എന്റെ വീട് മുഴുവൻ ഒരു 100 പോലീസിനും കോൺഗ്രസിനും വേണ്ടി വിടിപണി ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥ പ്രമാണിമാർ. നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങളിവിടെ നടത്തുന്ന സമരം അഴിമതിക്കെതിരാണ്. ഈ നാടിനെ ഏറ്റവും കൂടുതൽ ദുരിതമാക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥിതിക്കുമെതിരാണ്. ഓരോ വാർഡിലും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ കോൺഗ്രസോ BJP എന്ന വ്യത്യാസം ഉണ്ടോ? കൗൺസിലില് ഉണ്ടോ? ഇല്ല. ഇവിടെ ഏതെങ്കിലും ഒരു കടയോ മറ്റോ ഒഴിവാക്കിയാൽ ആ കടയുടെ ഒഴിവാക്കുന്ന അധികാരിയും ആ കട എടുക്കുന്ന ആളും കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അതിനെല്ലാ പിന്തുണയും ആരാണ്? BJP കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ BJPയും കോൺഗ്രസും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ പ്രവർത്തിക്കുകയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം ഈ മുനിസിപ്പാലിറ്റിയിലെ 3ാം കക്ഷിയായി തന്നെ നിൽക്കുമെന്ന് സ്വപ്നം കാണരുത്.